എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഐറ്റം പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇത് ചക്കപ്പൂലാണ് കേട്ടോ. അപ്പോൾ ചക്കപ്പൂല് കൊണ്ട് ഒരു ചക്ക ചില്ലി ആക്കിയാലോ എന്ന് ഞാനൊന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ചക്ക ചില്ലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അല്ലേ. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ചക്കപ്പൂല്. നമ്മുടെ നാട്ടിലൊക്കെ ചക്കപ്പൂലാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ചക്കക്കണ്ടല് ചക്കപ്പൂല് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഇന്നൊരു വെറൈറ്റി കിടിലൻ സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു സ്പെഷ്യൽ ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ചിലവർ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു ചില്ലി പോലെ നമുക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നടക്കുമെന്നറിയില്ല. അപ്പോൾ നമുക്ക് വേഗം ഇതൊക്കെ മുറിച്ചൊന്ന് ക്ലീനൊക്കെ ചെയ്യാം. അപ്പം ക്ലീനൊക്കെ ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം കട്ട് ചെയ്തെടുക്കാം അല്ലേ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. പക്ഷേ ഇത് കട്ട് ചെയ്യലും ഇതിൻ്റെ വിളഞ്ഞിറക്ക് കളയലും അപ്പോൾ ഇതൊന്ന് ക്ലീൻ ആക്കലും മുറിക്കലും ഒക്കെ ഇത്തിരി പണി കൂടുതലായതുകൊണ്ട് ഇത് ആരും മെനക്കെടാത്ത സംഭവമാണ്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നും കേട്ടോ. നിങ്ങൾ ഇതിൽ കാണുന്ന പോലെ തന്നെ കട്ട് ചെയ്യണം എന്നില്ല കേട്ടോ. നിങ്ങൾക്ക് സിമ്പിൾ ചെയ്ത രീതി അതുപോലെ ട്രൈ ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് എനിക്ക് കൂടുതൽ സിമ്പിളായിട്ട് തോന്നി. അപ്പോൾ നമുക്കിങ്ങനെ കട്ട് ചെയ്യാം. നേരെ പീസാക്കി മാറ്റും അതിന് ശേഷം. നമ്മ ഇതാ ഇതേപോലെ കുഞ്ഞു പീസാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുഞ്ഞു പീസസാക്കി നേരെ പീസസാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ചട്ടിയിലും കുറച്ചുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കിനി ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൺപാത്രത്തിൽ പുഴുങ്ങാം. അപ്പോൾ കുറച്ചൊരു വലിയ മൺപാത്രം എടുത്തിട്ട് നമുക്ക് പുഴുങ്ങാൻ വെക്കാം. വാ കഴിഞ്ഞ അപ്പോൾ നമുക്ക് വിറകെടുത്തിട്ട് അടുപ്പൊന്നാക്കാം. അടുപ്പിന് വിറകെടുക്കാം. ഇത് ഗ്യാസ് അടുപ്പിൽ ചെയ്യുന്നതിലും ബെറ്റർ മൺപാത്രത്തിൽ വെച്ചിട്ട് പുഴുങ്ങാൻ വെക്കുന്നതാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ വേവാനും അതുപോലെ തന്നെ നല്ലവണ്ണം പുഴുങ്ങി കിട്ടാനൊക്കെ ഇതാണ് എളുപ്പം കേട്ടോ. അപ്പോൾ ഇത്തിരി വെള്ളം നമുക്ക് ഇത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഒരു പാട്ടിയിൽ ഒരു 3/4 ഭാഗം വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ട് പുഴുങ്ങി കിട്ടണം നമുക്ക്, എന്നാലേ ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് ഇത് അടുപ്പിലേക്ക് വെക്കാം. അപ്പോൾ നല്ലോണം തീ കത്തിച്ചിട്ട് നമുക്കിതൊന്ന് വേവാൻ വെക്കാം. അപ്പോൾ ഇതിൻ്റെ അടപ്പ് കുറച്ചൊന്ന് വേവുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ അത് വേവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 2 ചുവന്ന ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം. അത് വേവുന്ന സമയത്ത് നമുക്കിത് തൊലി കളഞ്ഞ് വെച്ച് കട്ട് ചെയ്തിട്ടൊക്കെ വെക്കാം കേട്ടോ. കാരണം അത് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ്സ് എന്തായാലും ആവശ്യമുണ്ട്. കാരണം ചക്കപ്പൂലല്ലേ, അപ്പോൾ കുറച്ച് സമയം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. ആ സമയത്ത് നമുക്കിതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടാവും അറിയില്ല. അപ്പോൾ മിക്കവാറും ട്രൈ ചെയ്യാത്തൊരു സംഭവമാണ് ഈ ഒരു ചക്കപ്പൂലല്ലേ. ചക്കപ്പൂല് അല്ലെങ്കിൽ ചക്ക കണ്ടൽ എന്നൊക്കെ പറയുന്നതൊക്കെ കുറച്ച് മുറിക്കാനൊക്കെ പാടില്ലതുകൊണ്ട് ആരും ട്രൈ ചെയ്യില്ല. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെയാണുള്ളതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വളരെ ടേസ്റ്റുള്ള ഒരു ചില്ലിയാണ്, എല്ലാവർക്കും ഇഷ്ടവും. ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ചക്കപ്പൂലൊക്കെ നമുക്ക് എപ്പോഴും കിട്ടാത്ത സാധനമാണല്ലേ. വല്ലപ്പോഴും മാത്രം ആ ഒരു സീസണിൽ മാത്രം കിട്ടുന്ന വിഭവമാണ് ഈ ചക്കപ്പൂലൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു ചക്കപ്പൂല് കിട്ടിയാട് തോന്നിയതാണ്. ഇതിനെ കൊണ്ട് ചക്കപ്പൂല് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സീസൺ സമയത്ത് വെറൈറ്റി ഓഫ് എന്തൊക്കെയോ ഉണ്ടാക്കുമല്ലേ. അപ്പോൾ നമുക്ക് ഇന്നൊരു സാധനം ഉണ്ടാക്കാം. അപ്പോൾ ഒരു സ്പെഷ്യലായ സാധനം വെളുത്തുള്ളി കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ വെളുത്തുള്ളി കൂടി വേണം തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി. അപ്പോൾ വെളുത്തുള്ളി കളയാന്ന് വെച്ചാൽ കുറച്ച് മെനക്കെടുള്ള പണിയാണല്ലേ. അപ്പോൾ കൈ കൊണ്ട് ചിലവർ ഈ ഒരു കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് കളയുന്നവരുണ്ട്. പക്ഷെ കൈയുടെ ഈ നഖമൊക്കെ വേദന എടുക്കും. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ വെളുത്തുള്ളി കളയാന്ന് വെച്ചാൽ ഒരു വെളുത്തുള്ളിയുടെ അല്ലി എടുക്കുക, നടുക്കി നമ്മളൊന്ന് ഇതാക്കി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു തൊലി നമ്മളിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. ഇതേ സിമ്പിൾ. നമ്മുടെ നഖത്തിനൊന്നും പ്രോബ്ലം ഉണ്ടാവില്ല, കൈക്ക് വേദന ഉണ്ടാവില്ല, ചിലപ്പോൾ പുകച്ചിലുള്ളവരുണ്ടാവും. അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലാണ്ടിരിക്കണമെങ്കിൽ
ഈ ഒരു കത്തി എടുത്തിട്ട് നടുക്കി ഒരു കട്ട് ചെയ്ത് കൊടുക്കുക. ആയി. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഒരു അല്ലി എടുക്കും, ഒരു ചെറിയ കുഞ്ഞല്ലി വെളുത്തുള്ളി എടുത്തു. അപ്പം നടുക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിൻ്റെ തൊലി ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെളുത്തുള്ളി കളയാൻ വേണ്ടിയിട്ട് സിമ്പിളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യും. അപ്പോൾ നമുക്ക് അച്ഛൻ്റെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് ഒരു വലിയ കോളിഫ്ലവർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചക്ക പൂല് ഫ്രൈ ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ഫ്രൈയും കൂടി നമുക്ക് ഒരുമിച്ചാക്കാം അല്ലേ. നമ്മൾ പുഴുങ്ങാൻ വെച്ച ചക്കപ്പൂതിൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നേരിയ പീസസ് ആക്കുക. ഈ കുറച്ചുകൂടി നേരിയ പീസസ് ആക്കിയിട്ട് അതിൻ്റെ ആ ഒരു അറ്റ ഭാഗം ഉണ്ടാവില്ലേ, ആ തൊലി ഭാഗം കട്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ നേരെ മുന്നിലുള്ള ആ ഒരു പീസും കട്ട് ചെയ്ത് കളയുക. നമ്മളെ തൊലി ഭാഗം കട്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ നേരെ തൊട്ട് മുന്നിലുള്ള ആ ഒരു വിളഞ്ഞറിയുള്ള ഭാഗത്തിലെ ആ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്യുക, കുഞ്ഞു പീസസ് ആക്കി മാറ്റുക. അതിനുശേഷം ഇത് നമ്മൾ കോളിഫ്ലവർ മിക്സ് ചെയ്യുന്നതാണ്. അത് ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല, കാരണം ഇതിനു മുന്നേ കോളിഫ്ലവർ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും ഇതിലെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് പറയാത്തത്. അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ച് ഞാൻ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് ഇതും കൂടി ഒന്ന് കാണിച്ചു. ഇത് നമ്മുടെ ചക്കപ്പൂലാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലകളൊക്കെ പുരട്ടാം. അപ്പോൾ അതിനു മുന്നേ നമ്മൾ ഉള്ളി, പച്ചപ്പറങ്കി, അതുപോലെ തന്നെ കറിവേപ്പില എല്ലാം നമുക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് ആദ്യം ഒരിത്തിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത്തിരി കുരുമുളക് പൊടി, പറങ്കിപ്പൊടി, അതുപോലെ കാശ്മീരിയും കുമ്മിട്ടിപ്പൊടിയും ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചിക്കൻ മസാല വേണമെങ്കിൽ ഒരിത്തിരി മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്തിട്ട് കുറച്ചുപ്പും, ആവശ്യത്തിന് ഉപ്പും, അതുപോലെ തന്നെ കോൺഫ്ലവർ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പൊടി ഒന്ന് മിക്സ് ആവാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇത്തിരി വെള്ളം കൂട്ടുക. വെള്ളം കൂട്ടിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് മസാലയൊക്കെ കളറൊക്കെ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഒരിത്തിരി കൂടി നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ മിക്സ് ചെയ്യുന്ന പോലെ ഇരിക്കും ഇതിൻ്റെ അരവ് എല്ലാ ഭാഗത്തും, അതായത് മസാലകളൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നോക്കാം. കോളിഫ്ലവർ നമ്മൾ പെരക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ചക്കപ്പൂലാണ്. അപ്പോൾ രണ്ടും പെരക്കി മിക്സാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ് നേരം ഈ മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ രണ്ടും നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് വേറെ അത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മസാല കടയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പാനൊന്ന് ചൂടാവട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പാനിൽ വെള്ളത്തിൻ്റെ തുള്ളികളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വെള്ളം പൊട്ടിത്തെറിക്കും കേട്ടോ. ഇനി നമുക്ക് എണ്ണ ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ എണ്ണ നല്ലവണ്ണം ചൂടാവണം. അപ്പോൾ ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക പൂരി ആദ്യം ഫ്രൈ ചെയ്യാൻ ഇടാം. ഇത് കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ ഇഷ്ടത്തോടെ കഴിക്കും കേട്ടോ. ഒരു ചില്ലിയുടെ ടേസ്റ്റുമായി. അപ്പോൾ ഒരു ഈവനിങ് സ്നാക്ക് പോലെ കഴിക്കാനും ആവുന്ന ഒരു വിഭവം ആവണം കേട്ടോ ഇത്. അപ്പോൾ ഇതിന് നല്ലോണം പൊരിഞ്ഞ് വരണം കേട്ടോ. ഇത് ചക്കപ്പൂലായതുകൊണ്ട് ഫ്രൈ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി ടൈം കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രൈ ആവുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാ ഭാഗവും നമുക്ക് പൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കുക കേട്ടോ. ഒരേ ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കുക. അപ്പോഴും മാത്രമേ എല്ലാ ഭാഗത്തും ഫ്രൈ ചെയ്തിട്ട് ആവുള്ളൂ. ജസ്റ്റ് നടക്കുക.
നമ്മളിതിലേക്ക് എക്സ്ട്രാ കളറോ അങ്ങനെയുള്ളതൊന്നും ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേട്ടോ. ഞാൻ മുന്നേ ഒരു കോളിഫ്ലവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ഇതുപോലെ ആയിരുന്നു. കാരണം നമ്മുടെ വീട്ടിലില്ല പറങ്കിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ മാത്രം ഇട്ടിട്ടാണ് ഈ ഒരു ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തിന് അത്ര പ്രോബ്ലം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എണ്ണ അധികം വേണ്ടാന്നുള്ളവർക്ക് നമുക്ക് എണ്ണ പേപ്പറിൽ വെച്ച് കളഞ്ഞിട്ടും ഇത് കഴിക്കാൻ അത്ര ഇഷ്ടമുള്ളവർക്ക് കേട്ടോ. അപ്പോൾ അടിപൊളി ഫ്രൈ ആണ്, എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നമുക്ക് ഫ്രൈ ആവുന്നുണ്ട്. നല്ലോണം പൊരിഞ്ഞു തോന്നുമ്പോൾ നമ്മൾ ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ എണ്ണയൊക്കെ ഊർന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ ചക്കച്ചില്ലി റെഡിയായി. അപ്പോൾ ഇതാ നമ്മുടെ ചക്കച്ചില്ലി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. എനിക്ക് വായിൽ വെള്ളം വന്നിട്ട് വയ്യ, കാരണം സോസിൽ ഇങ്ങനെ മുക്കി കഴിക്കാൻ പോകുന്നു. അടിപൊളി ടേസ്റ്റ്. നമ്മളിപ്പോൾ ചിക്കനൊക്കെ കഴിക്കില്ലേ, ചിക്കൻ ചില്ലി, ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാം നമുക്കൊരു ചില്ലി അങ്ങനെ കഴിക്കുന്നു ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ കിടിലനാണ്, സൂപ്പറാണ്, സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്, സിമ്പിളാണ്, അതുപോലെ വളരെ ടേസ്റ്റി ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.